ഇനി പഠിക്കാൻ പോകുന്നത് റോൾ ഓഫ് നഴ്സ് ടു മിനിമൈസ് ദി ഇമ്പാക്ട് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ ഇൻ ചിൽഡ്രൻ ആണ്. അത് നമുക്ക് മെയിനായിട്ട് 4 നമ്മുടെ ഏജ് ഗ്രൂപ്പാണ്: ഇൻഫൻസി, ടോഡ്ലർ, പ്രീ സ്കൂളർ ആൻഡ് സ്കൂളർ. അതിൻ്റെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത് ടോഡ്ലർ ആണ്. ബിക്കോസ് നമുക്ക് ടോഡ്ലർ പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ചൈൽഡിനെ ഹാൻഡിൽ ചെയ്യാനാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോഡ്ലർ ആ ഒരു ഡെവലപ്മെൻറ്റൽ ഏജ് ഗ്രൂപ്പിൽ ടെമ്പർ ടാൻട്രംസ് ഒക്കെ കൂടുതലായിരിക്കും. കുട്ടികൾ അടങ്ങിയിരിക്കില്ല, ഭയങ്കര ദേഷ്യമൊക്കെ ആയിരിക്കും. അപ്പോൾ ടോഡ്ലറാണ് ഏറ്റവും കൂടുതൽ ചോയ്സ് കണ്ടിട്ടുള്ളത്. എന്നാലും നമുക്ക് ഈ 4 ഏജ് ഗ്രൂപ്പ് ഒന്ന് നോക്കിയേക്കാം. ഇൻഫൻസിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എലിമിനേഷൻ നീഡ്സും ഫീഡിങ് നീഡ്സും ഒക്കെ ആയിരിക്കും മെയിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ പേരൻസിനെയും കൂടെ ഇൻവോൾവ് ചെയ്യുക. എപ്പോഴും ഇൻഫൻറ്റിൻ്റെ കൂടെ ആരുണ്ടാവുക? ഒരു പാരൻറ്റ്, എസ്പെഷ്യലി മദർ ഉണ്ടാവുക. അപ്പോൾ എന്നിട്ട് അവരുടെ ഫീഡിങ്, ബാത്തിങ്, ഡ്രസ്സിങ് അങ്ങനത്തെയൊക്കെ ആസ് ഫാർ ആസ് പോസിബിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ എപ്പോഴും പാരൻസ് കൂടെ ഉണ്ടാവുക, അവരുടെ കെയറിനകത്ത് പാരൻസ് ഇൻവോൾവ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ ഉണ്ടെങ്കിൽ ഒരിക്കലും കുഞ്ഞിനെ ഉറക്കി കിടത്തിക്കൊണ്ട് ചെയ്യാൻ പാടില്ല. അവരെ ഒന്ന് കാമാക്കി കംഫർട്ട് ആക്കിയിട്ട് അവരെ ഒന്ന് ജസ്റ്റ് സ്മൂത്തൻ ചെയ്തിട്ട് നോൺ ന്യൂട്രീറ്റീവ് സക്കിങ് ഒക്കെ കൊടുത്ത് കംഫർട്ട് ടച്ച് ഒക്കെ കൊടുത്തതിന് ശേഷം വേണം അവർ ഉണർന്നിരിക്കുന്ന സമയത്ത് തന്നെ വേണം എന്ത് ചെയ്യാനായിട്ട്, പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാനായിട്ട്. പിന്നെ മെയിനായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്ലേ മെറ്റീരിയൽസ്, ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്ലേ മെറ്റീരിയൽസും അതുപോലെ തന്നെ പ്ലേയിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. പീക്കബ് പോലുള്ള കളികളൊക്കെ കളിക്കുക. അപ്പോൾ സെപ്പറേഷൻ ആൻസൈറ്റി ഒക്കെ കുറയും. പിന്നെ ലൗഡ് നോയ്സസും അൺനെസസറി ആയിട്ടുള്ള നോയ്സസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യുക. പിന്നെ അവർ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ റിച്വൽസും എന്ത് ചെയ്യുക, ഇവിടെയും എൻകറേജ് ചെയ്യുക. പിന്നെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രൊസീജിയറിൻ്റെ സമയത്തും, പെയിൻഫുൾ ആയിക്കോട്ടെ നോൺ പെയിൻഫുൾ ആയിക്കോട്ടെ, എല്ലാ പ്രൊസീജിയറിൻ്റെ സമയത്തും ആരുണ്ടാവുക, പേരൻസ് കുട്ടിയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. പിന്നെ എന്തെങ്കിലും റെഗ്രസീവ് ബിഹേവിയർ ഉണ്ടെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റിനെ കുറിച്ചും അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് കുറിച്ചും പാരൻസിനെ കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതിനനുസരിച്ച് നമുക്ക് പോയിന്റ്സ് ഒക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എലിമിനേഷൻ നീഡ്സും അവരുടെ ഫീഡിങ് നീഡ്സും ഒക്കെ മീറ്റ് ചെയ്യുക. പാരൻസ് എപ്പോഴും ഉണ്ടാവുക. പിന്നെ പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉറക്കി കിടത്തിക്കൊണ്ട് ചെയ്യാൻ പാടില്ല. അതിന് മുന്നേ ഒരു വാം ടച്ചും കംഫർട്ടും കൊടുക്കണം. പാരൻസിനെയും കൂടെ ഇൻവോൾവ് ചെയ്യണം. പ്രൊസീജിയറിൻ്റെ സമയത്ത് എല്ലാ കാര്യം പാരൻസിൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ എപ്പോഴും കളിക്കുന്ന കാര്യം, പ്ലേ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനത്തെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ടോഡ്ലറാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ചില ഹോസ്പിറ്റലിലൊന്നും ഐസിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടോഡ്ലേഴ്സ് ആണെങ്കിൽ പോലും പാരൻസിനെ ഇൻവോൾവ് ചെയ്യിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റൽ പോളിസിക്ക് അനുസരിച്ച് ഒന്നെങ്കിൽ പേരൻസ് ഫ്രീക്വൻ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക കുട്ടിയെ, അല്ലെന്നുണ്ടെങ്കിൽ പാരൻസ് കൂടെ നിൽക്കുക. പിന്നെ അമ്മ എന്ത് ചെയ്യുക, അമ്മ അല്ലെങ്കിൽ ഏതെങ്കിലും പാരൻസ് സ്റ്റോറി ടെൽ ചെയ്യുന്നതും പാട്ട് പാടുന്നതും ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിക്കുക. സിബ്ലിങ്സിൻ്റെയും പെറ്റിൻ്റെയും പാരൻസിൻ്റെയും ഒക്കെ ഫോട്ടോസ് അവരുടെ കയ്യിൽ കൊടുക്കുക. പിന്നെ ടോഡ്ലേഴ്സ് കുറേ കാര്യങ്ങൾ പറയും. എസ്പെഷ്യലി പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിരിക്കുക. അവരുടെ ടോയ്സുമായിട്ട് അവർ കളിക്കാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുക. പിന്നെ ചൈൽഡിനെ വിസിറ്റ് ചെയ്തതിന് ശേഷം പാരൻസ് ലീവ് ചെയ്യുമ്പം ഇൻഫോം ചെയ്യുക. കുട്ടീനെ ഇൻഫോം ചെയ്തിട്ട് വേണം നമ്മൾ ലീവ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ആങ്കർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡോള് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ മോഡലിംഗ് ക്ലേ വെച്ച് കളിച്ച് തീർക്കാനായിട്ട് പറയാം. പിന്നെ അവരെ എപ്പോഴും നമ്മൾ സേഫ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് വേണം കീപ്പ് ചെയ്യാനായിട്ട്. കാരണം അവർ ടെമ്പർ ടാൻട്രംസ് ഒക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അവർക്ക് അവരുടേതായ ആക്ടിവിറ്റീസ് അവരുടേതായ ലിമിറ്റിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യുക. പിന്നെ ഇൻഫൻസിലും ടോഡ്ലറിലും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവരുടെ എൻവയോൺമെൻറ്റ് അവരുടെ കൺട്രോളിലാണെന്നുള്ള രീതിയിൽ അവരൊന്ന് ബോധിപ്പിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ടേബിൾ ആയിക്കോട്ടെ, ചെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വാർഡ്, പീഡിയാട്രിക് വാർഡ് ഒന്ന് അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറേ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിക്കായിരിക്കും. അപ്പോൾ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിക്കുന്ന സമയത്ത് ഇതിൽ ഏത് സ്റ്റിക്കറാണ് ഒട്ടിക്കേണ്ടത്, അത് എവിടെയാണ് ഒട്ടിക്കേണ്ടത്, അങ്ങനെയൊക്കെ അവരെ കൊണ്ട് ചോയ്സസ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിക്കുക. അപ്പോൾ അവരെ ഒരു ചെറിയ കുട്ടിയായിട്ട് മാറ്റി നിർത്തുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പേരൻസിനെയും ചൈൽഡിനെയും ഒരേപോലെ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യിക്കുക. പിന്നെ ഒരു സേഫ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് കൊടുക്കുക. പിന്നെ പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്ത് പെയിൻ കൺട്രോളിങ് മെഷേഴ്സ് എടുക്കുക. പിന്നെ പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുക. എന്തെങ്കിലും പേരൻസിന് ആൻസൈറ്റി ഉണ്ടെങ്കിൽ അത് കുട്ടികളുടെ മുന്നിൽ വെച്ച് എക്സ്പ്രസ് ചെയ്യരുതെന്ന്. അത് ടോഡ്ലേഴ്സിലും ഇൻഫൻസിലും പ്രീ സ്കൂളറും സ്കൂളറും 4 ആൾക്കാരിലും പറ്റും. പിന്നെ സ്കൂളേഴ്സിലൊക്കെ ആണെങ്കിൽ പിന്നെയും കുറച്ചൊക്കെ ടോളറേറ്റ് ചെയ്യും. ബാക്കി 3 ഏജ് ഗ്രൂപ്പിൽ ഒട്ടുമേ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ മെയിനായിട്ടും പറഞ്ഞു കൊടുക്കുക. പിന്നെന്ന് പറയുന്നത് ഒരു ട്രസ്റ്റ്, ഒരു പാരൻ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ഇൻക്രീസ് ചെയ്യുക. പിന്നെ ചൈൽഡും
ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സ്റ്റാഫ് അല്ലേ, നഴ്സസ് ആയിട്ട് നമ്മളായിരിക്കും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത്. നമ്മളും തമ്മിലുള്ളൊരു വെർബൽ സപ്പോർട്ടും ട്രസ്റ്റും ഒരു മെയിൻറ്റെയിൻ ചെയ്തിരിക്കുക. പിന്നെ എല്ലാ പ്രൊസീജിയേഴ്സും സിമ്പിൾ ലാംഗ്വേജിൽ അവരുടെ രീതിയിൽ ഒരു പ്ലേഫുൾ ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് പ്രീ സ്കൂളർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരൻസിനെ കെയറിനകത്ത് ഇൻവോൾവ് ചെയ്യണം, ഇടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യണം. പിന്നെ ഒരു ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പും അതുപോലെ തന്നെ പാരന്റ് നമ്മുടെ ഹെൽത്ത് കെയർ വർക്കറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ എല്ലാ എന്താണ് ട്രീറ്റ്മെന്റിനെ കുറിച്ചും കമ്മ്യൂണിക്കേഷനെ കുറിച്ചും അപ്രോപ്രിയേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. പിന്നെ ഡൈവോഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഫീലിങ്സ്, തോട്ട്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക. അവർക്ക് എപ്പോഴും പ്ലേ ആയിരിക്കും മെയിൻ ആയിട്ട്, പ്രീ സ്കൂളേഴ്സ് ആയാലും. അപ്പോൾ അത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചോയ്സസ്, ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്ലേ മെറ്റീരിയൽസ്, പിന്നെ സേഫ് ആൻഡ് സെക്യൂർ എൻവയോൺമെന്റ്, പിന്നെ സോഷ്യലൈസേഷൻ. സിമിലർ ഏജ് ഗ്രൂപ്പ് ഉള്ള പീഡിയാട്രിക് പേഷ്യൻറ്റുമായിട്ട് പ്രീ സ്കൂളറും സ്കൂൾ ചൈൽഡിനെയൊക്കെ രണ്ടുപേർക്കൂടെ ഒരുമിച്ച് എഴുതാൻ പറ്റുന്നതാണ്. സിമിലർ ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പിലുള്ളവർ തമ്മിൽ കമ്പനി ആക്കിയിട്ട് സോഷ്യലൈസേഷൻ ഇൻക്രീസ് ചെയ്യുക. പിന്നെ പെയിൻഫുൾ പ്രൊസീജിയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം അവർക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. മോഡൽസും പിക്ചേഴ്സും ഒക്കെ വെച്ചിട്ട് അവർക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന് ശേഷം വേണം പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാനായിട്ട്. പിന്നെ പോസിബിൾ ആയിട്ടുള്ള എന്താണ് റിഗ്രസ്ഡ് ആയിട്ടുള്ള അവരുടെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ദേഷ്യത്തെക്കുറിച്ച് അതിൻ്റെ റീസണിനെ കുറിച്ചും പേരൻസിന് പറഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആൻസൈറ്റിയുടെ കാര്യം അതും ശ്രദ്ധിക്കുക. സ്കൂൾ ഏജ് ചിൽഡ്രന് കുറച്ചുകൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഒരു സ്കൂൾ ചൈൽഡിന് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുക. അവരുടെ യൂണിറ്റ് ഒക്കെ നീറ്റായിട്ട് ഇടാനും അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ അവർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു കൊടുക്കുക. അത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ അവർക്ക് അത് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ രാവിലെ 8 മണിക്ക് കുളിക്കണം കേട്ടോ, അല്ലെങ്കിൽ 8:30 ആകുമ്പോൾ ഡോക്ടർ അങ്കിൾ അല്ലെങ്കിൽ ഡോക്ടർ വരും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലായിട്ട് പറഞ്ഞു കൊടുക്കുക. പിന്നെ സ്കൂളർ ചൈൽഡ് ആകുമ്പോൾ എഡ്യൂക്കേഷൻ നീഡ്സ്, കളിക്കുടുക്ക അങ്ങനത്തെ പോലുള്ള ബുക്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താ ബുക്സുകൾ സപ്ലൈ ചെയ്യാൻ വേണ്ടി പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുക. പിന്നെ പ്രൈവസി ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൂൾ ഏജിൽ ചിൽഡ്രൻ എസ്പെഷ്യലി അവർ പ്രൈവസി മാറ്റേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൈവസി അവർക്ക് കൊടുക്കുക. പിന്നെ ഇൻഡിപെൻഡൻസ് അവർക്ക് എൻകറേജ് ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റെഗ്രഷൻ ഉണ്ടാകും. അപ്പോൾ ഇൻഡിപെൻഡൻസ് അവരെ എൻഷുർ ചെയ്യുക. പിന്നെ ചൈൽഡിനെയും പേരൻസിനെയും റീഅഷ്വർ ചെയ്യുക. പിന്നെ ഹോസ്പിറ്റലൈസേഷൻ കൊണ്ടാകുന്ന മാക്സിമം ബെനിഫിറ്റ്സ് നേടിക്കൊടുക്കുക. അപ്പോൾ ഇതാണ് മെയിനായിട്ടും സ്കൂൾ ഏജിലുള്ളത്. നമ്മളപ്പോൾ ഇൻഫൻറ്റ്, ടോഡലർ, പ്രീ സ്കൂളർ ആയിട്ടുള്ള ചൈൽഡിൻ്റെ ഹോസ്പിറ്റലൈസേഷൻ്റെ സമയത്ത് നമ്മൾ എന്തൊക്കെ രീതിയിൽ കെയർ കൊടുക്കണം എന്നുള്ളതാണ് പഠിച്ചത്.